എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പൊതിരുള്ളിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഫുട്ബോൾ ലോകം. അങ്ങനെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഒരു ഗോൾ വർഷം തന്നെ നമ്മൾ കണ്ടിരുന്നു. ഇന്നലെ നടന്ന PSG-യും അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിലുള്ള പോരാട്ടത്തിൽ എതിരില്ലാത്ത 4 ഗോളുകൾ നമ്മൾ കണ്ടിരുന്നു. കൂടാതെ ആ മത്സരത്തിൽ ഒരു റെഡ് കാർഡ് വരുന്നൊരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. എന്നാൽ ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ബയേൺ മ്യൂണിക്കും അതുപോലെ തന്നെ ഒക്ലാൻഡ് സിറ്റിയും തമ്മിലുള്ള പോരാട്ടം നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഒക്ലാൻഡ് സിറ്റിയെ എതിരില്ലാത്ത 10 ഗോളുകൾക്കാണ് ഇപ്പോൾ ബയേൺ മ്യൂണിക് തകർത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് വിശദമായി ഇതിന് പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോയിൽ തന്നെ കടക്കാം. എന്തായാലും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ വാശിയേറിയ പോരാട്ടത്തിൽ ഇപ്പോൾ ബയേൺ മ്യൂണിക്കിന് ഒരു തകർപ്പൻ വിജയമാണ് ഇപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഒക്ലാൻഡ് സിറ്റിയെ ഇപ്പോൾ തകർത്തിട്ടുള്ളത് എതിരില്ലാത്ത 10 ഗോളുകൾക്കാണ്. എന്തായാലും ഒരു ത്രസിപ്പിക്കുന്ന വിജയം തന്നെ ഇപ്പോൾ നേടിയെടുക്കാൻ ബയേൺ മ്യൂണിക്കിന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. എന്തായാലും PSG-യും അതുപോലെ തന്നെ ബയേൺ മ്യൂണിക്കും ഇന്നലത്തെ മത്സരത്തിൽ വിജയങ്ങൾ കണ്ടെത്തിയെന്നത് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കൂടാതെ ഇന്റർ മിയാമിയുടെ ഗ്രൂപ്പ് എയിലെ മത്സരങ്ങൾ ഇപ്പോൾ നിലവിൽ എല്ലാ ടീമുകളും ഒരു മത്സരം വീതം കളിച്ചിട്ടുണ്ട്. എല്ലാ ടീമുകൾക്കും ഒരു പോയിന്റ് വീതമാണ് നിലവിലുള്ളത്. എന്തായാലും ഗ്രൂപ്പ് എയിൽ ഇന്റർ മിയാമി ഇപ്പോൾ നിലവിലുള്ളത് 4ാം സ്ഥാനത്താണ്. ഇന്റർ മിയാമിയുടെ അടുത്ത മത്സരം 20-ാം തീയതി ആയിരിക്കും നടക്കുക. എന്തായാലും ഇപ്പോൾ ബയേൺ മ്യൂണിക്കാണ് ഇപ്പോൾ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇത്തവണ ഏറ്റവും വലിയ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. എതിരില്ലാത്ത 10 ഗോളുകൾക്ക് അവർ ത്രസിപ്പിക്കുന്ന വിജയം നിലവിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി വരുന്ന മത്സരങ്ങളിലും അത് തുടരാൻ ഇപ്പോൾ ബയേൺ മ്യൂണിക്കിന് സാധിക്കുമെന്ന് തന്നെയാണ് ബയേണിന്റെ ആരാധകരും നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ മത്സരം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മത്സരം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.